ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു. നമ്മുടെ ഹീറോ മാസ്ട്രോ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ ലീക്കൊക്കെ കസ്റ്റമർ കംപ്ലയിൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ സൈഡ് നമ്മൾ ഓയിൽ ലീക്ക് മാറ്റുന്നുണ്ട്, അതുപോലെ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് മാറ്റിയിട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അയച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്കിൻ്റെ കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി അതിന് ബാക്ക് വീലൊക്കെ അയച്ചിരുന്നു. ബാക്ക് വീൽ അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിലെ ബ്രേക്സും നമുക്ക് മാറ്റണം. ബാക്കിലെ ബ്രേക്സും മാറ്റണം, അതുപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിളും എഴുതിയിരിക്കണം. അപ്പോൾ ബാക്കിലൊരു ബ്രേക്കിൻ്റെ കേബിളും ഫ്രണ്ടിലെ ലെഫ്റ്റ് ബ്രേക്ക് കേബിളും മാറ്റി കഴിഞ്ഞാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് റെഡി ആവുള്ളൂ. പിന്നെ അതുപോലെ ആ ഗിയർ ബോക്സിൻ്റെ സൈഡ് ഓയിൽ ലീക്കിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്ലച്ചിൻ്റെ ഭാഗവും അതുപോലെ ഗിയർ സൈഡിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അയച്ചു കഴിഞ്ഞാലാണ് ആ ഓയിൽ സീൽ മാറാൻ പറ്റുള്ളൂ. ഇതാണ് അതിൻ്റെ ഓയിൽ സീൽ. ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാരണം കൊണ്ടാണ് ആ ഓയിൽ ലീക്ക് വന്നത്. ഈ ഓയിൽ സീൽ മാറ്റുന്ന കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ ഈ ബെയറിംഗ് മാറ്റണം, അതുപോലെ ഗിയർ ഓയിലും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ആക്കാൻ. പിന്നെ അതിൻ്റെ ഗിയർ വീലുകൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമുക്ക് അതിന് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ ക്ലച്ചിൻ്റെ സൈഡ് അയച്ചിരുന്നു. ക്ലച്ചിൻ്റെ സൈഡ് അയച്ചു കഴിഞ്ഞപ്പോഴുള്ള കംപ്ലയിൻ്റാണ് ബെൽറ്റ് കണ്ടോ, ബെൽറ്റ് പൊട്ടാറായി കിടക്കുകയാണ്. അപ്പോൾ ഈ ബെൽറ്റ് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൈയോടെ അതിൻ്റെ ബെൽറ്റ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ. ക്ലച്ചിൻ്റെ ഉള്ളിലൊക്കെ ക്ലച്ച് വർക്ക് ചെയ്യുന്ന അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുണ്ട്, അതൊക്കെ നമുക്കൊന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഫ്രണ്ടിലെ ഈ ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിലെ ഈ ബ്രേക്കിൻ്റെ കേബിളും കൂടി മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ കൂടി മാറ്റുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൂടി മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അത്രയും ചെയ്തു വരുന്നതിനുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.